ദൈവമായ കർത്താവ് ഇന്ന് രാത്രികാലം നമ്മളെവരെയും ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ ജീവിത യാത്രയെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. ക്രിസ്തീയ ജീവിത യാത്രയുടെ മൂല്യങ്ങൾ നടക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ചില നാളുകളായിട്ട് ചിന്തിച്ചു വരികയാണല്ലോ. ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ക്രിസ്തീയ ജീവിത യാത്രയോടുള്ള ബന്ധത്തിൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 31-ഉം 32-ഉം വാക്യം ആസ്പദമാക്കിയുള്ള ആ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെ ഇന്ന് രാത്രികാലം ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവാത്മാവിൽ ശരണപ്പെടുകയാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 31-ഉം 32-ഉം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർമാർഗങ്ങളുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ക്ഷമിക്കുകയും അനുസരണത്തിലും അനുരഞ്ജനത്തിലും ദൈവമക്കൾ തങ്ങളുടെ ജീവിത യാത്ര തുടരണമെന്നാണ് ഈ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ലാത്ത ഒരു ജീവിതം ആ ക്രിസ്തീയ ജീവിതം ഒരിക്കലും വിജയകരമല്ല, പരാജയത്തിലായിരിക്കും എത്തിച്ചേരുക. അതുകൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? ക്ഷമയിലും അനുരഞ്ജനത്തിലും അത് കവിഞ്ഞും മുഴുകിയും ഇരിക്കണമെന്നുള്ള വസ്തുതയാണ് ഇന്ന് രാത്രികാലം അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജീവിതം നയിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ദൈവം നമ്മളെ സ്നേഹിച്ച് തന്റെ ഏകജാതനായ പുത്രനെ അയച്ച് നമ്മൾക്ക് അതുപോലെ ഒരു ക്ഷമാപണം നമ്മൾക്ക് നൽകി തന്ന് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് നമുക്കൊരു വീണ്ടെടുപ്പ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത് മൂലം തന്റെ പുത്രനിലൂടെ അനുവദിച്ച് തന്നതോർത്ത് നാമും അത് നാം സ്വീകരിച്ചു എങ്കിൽ നാം അത് മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കുന്ന പാത്രങ്ങളായി തീരണം എന്നുള്ള വസ്തുത ഇന്ന് രാത്രികാലം നമ്മളെ ആ വചനത്തിലൂടെ ഓർപ്പിക്കുന്നു. അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ്: നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മളും എന്തെടുക്കണം? അന്യോന്യം ക്ഷമിക്കണം. ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മളും ക്ഷമിക്കുവാൻ പഠിക്കണം. അപ്പൊ ക്രിസ്തീയ ജീവിത യാത്രയിൽ ക്ഷമിക്കണം എന്നുള്ള ഒരു വസ്തുത അത് വലിയ ഒരു പങ്ക് വഹിക്കുന്നതാണ്. അത് വലിയ ജയത്തിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട്, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട്, ജയകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുകയും സഹിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുവാൻ തക്കോണം ഇടയായിട്ട് നാം മറ്റുള്ളവരോടുള്ള ആ ക്ഷമാപണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മളും ക്ഷമിക്കുവാൻ ഇടയായി തീരണം. എഫേസ്യ ലേഖനത്തിന്റെ തന്നെ 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവനിലാണ്, യേശുക്രിസ്തുവിൽ നമുക്ക് എന്തുണ്ട്? അവന്റെ രക്തത്താൽ നമുക്ക് വേണ്ടി ജീവൻ അവൻ നൽകിയത് കൊണ്ട്, നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട്, ഓരോ തുള്ളി രക്തവും അവൻ നമുക്ക് വേണ്ടി യാഗമായി ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് നമുക്ക് ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമ്മെ സ്നേഹിച്ച വിലയേറിയ സ്നേഹം, നമുക്ക് വേണ്ടി ഒരു തുള്ളി രക്തവും അവൻ ഊറ്റിക്കൊടുത്തതായിട്ടുള്ള ആ വലിയ സ്നേഹം, ആ വലിയ ദൗത്യം, അത് നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിന്റെ വലുപ്പത്തെ കാണിക്കുന്നു. വിലയേറിയ രക്തം കൊണ്ടാണ് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തത്. ആ വീണ്ടെടുപ്പിന്റെ ആ സ്നേഹത്തിന്റെ ആ കരുതലിന്റെ വില നമുക്ക്
ഒരിക്കലും വിലമതിക്കുവാൻ സാധിക്കാത്തതാണ്. അതൊരിക്കലും മടക്കിക്കൊടുക്കുവാൻ സാധിക്കാത്തതാണ്. അത്ര വലിയൊരു സ്നേഹമാണ്. ആ സ്നേഹത്തിലൂടെയാണ് നമ്മളെ ദൈവം സ്നേഹിക്കുവാനും കരുതുവാനും ഇടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ വീണ്ടെടുത്തതുപോലെ, നമുക്ക് ക്ഷമാപണമാക്കി തന്നതുപോലെ, നമ്മുടെ പാപത്തിൽ നിന്ന്, നമ്മുടെ അതിക്രമത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തതുപോലെ, നമ്മളെ സ്നേഹിച്ചതുപോലെ, നമ്മളോട് ക്ഷമിച്ചതുപോലെ ഉള്ള ആ സ്നേഹവും ക്ഷമയും മറ്റുള്ളവരിലേക്കും നമ്മൾ കാണിക്കുവാനും പകരുവാൻ തക്കോണം ഇടയായിത്തീരണം. അതാണ് ക്രിസ്തീയ ജീവിത യാത്രയിലെ വലിയ മൂല്യം നൽകുന്ന ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. റോമാലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കെ തന്നെ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ, നമ്മൾ നല്ല ആൾക്കാരായി കഴിഞ്ഞതിന് ശേഷമല്ല, മറിച്ച് നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് വേണ്ടി അവൻ മരിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നത്. എന്തിനു വേണ്ടി? നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ, നമ്മുടെ പാപത്തിന്റെ വില മറുവിലയായി തന്റെ ജീവനെ നൽകുവാൻ അവൻ നമ്മളെ സ്നേഹിച്ച വലിയ സ്നേഹം. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ അതിലൂടെ എന്തെടുക്കുന്നു? പ്രദർശിപ്പിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ആ പ്രകടനം അല്ലെങ്കിൽ ആ പ്രദർശനം, ദൈവ സ്നേഹത്തിന്റെ ആ പ്രകടനം, പ്രഹസനം നമ്മുടെ ജീവിതത്തിൽ അതുപോലെ പ്രതിഫലിപ്പിക്കുവാൻ തക്കോണം ഇടയായി തീരണം. നാം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും സ്നേഹിക്കുവാനും ജീവിതയാത്രയിൽ നമ്മളത് പാലിക്കണമെന്നുള്ള വസ്തുത വചനത്തിലൂടെ നമ്മൾ പഠിക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നു. ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം. മറ്റുള്ളവർക്ക് അവർ അത് അർഹിക്കുന്നത് കൊണ്ടല്ല നാം അവരോട് ക്ഷമിക്കേണ്ടത്, പക്ഷെങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുകൊണ്ട് നാം അവരോടും ക്ഷമിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അങ്ങനെ ഒരു അനുരഞ്ജനത്തിന്റെ, ഒരു നിരപ്പിന്റെ, ഒരു ജീവിത അനുഭവത്തിലൂടെ മാത്രമേ ഒരു ക്രിസ്തീയ ജീവിത യാത്ര വിജയകരമായിട്ട് നമുക്ക് യാനം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള വസ്തുത ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കുന്നത്, കർത്താവ് നമ്മൾക്ക് വേണ്ടി എത്രത്തോളം ക്ഷമ ചെയ്തു, നമ്മളെ എത്രത്തോളം ക്ഷമിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതിന് അതിനോട് യാതൊന്നും നമുക്ക് കമ്പയർ ചെയ്യുവാനായിട്ട്, താരതമ്യപ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ അത്ര വലിയൊരു സ്നേഹമാണ്, നാം അർഹിക്കാത്ത ഒരു ദയയാണ് നമുക്ക് ക്രിസ്തു ക്രൂശിലൂടെ ചൊരിവാൻ തക്കോണം ഇടയായിരുന്നു. അങ്ങനെയെങ്കിൽ നാം നമുക്ക് ആരോടും ഒരു ക്ഷമിക്കുവാൻ ഇല്ലാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് അതിലും ഉപരിയായിട്ട് ക്രിസ്തു നമ്മളെ സ്നേഹിച്ച് നമ്മളോട് ക്ഷമിച്ചതുപോലെ നാം മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടവനാകുന്നു എന്ന് നിരപ്പിന്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകണം എന്നുള്ള വസ്തുതയും നമ്മൾ മനസ്സിലാക്കരുത് ആകണം. 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണല്ലോ വായിച്ച എഫെസ്യ ലേഖനം 4:31 എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. സകല ദുർഗുണമായി വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാ കയ്പും കോപവും ക്രോധവും ഇതെല്ലാം കുറ്റാരവും ദൂഷണവും ഒന്നൊന്നായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1 കയ്പിന്റെ അനുഭവം, 2 കോപത്തിന്റെ അനുഭവം, 3 ക്രോധത്തിന്റെ അനുഭവം, 4
കുറ്റാരവും ദൂഷണം സകലവിധമായിട്ടുള്ള ദുർഗുണവും ഇവയെല്ലാം നമ്മളിൽ നിന്ന് പാടെ ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഇവയെല്ലാം നീക്കപ്പെട്ടതായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ഇത് വലിയൊരു പോരാട്ടമാണ് നമ്മുടെ ഉള്ളില്. ഇവയിൽ നിന്നൊക്കെയും മുക്തി പ്രാപിക്കണമെങ്കിൽ, ഇവയിൽ നിന്നൊക്കെയും ഒരു വിടുതൽ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തില്, നമ്മുടെ ഉള്ളില് വലിയൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ വലിയൊരു പോരാട്ടം ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തീയ യാത്രയിൽ നമ്മുടെ അനുഭവിക്കുന്ന ഓരോ നിമിഷവും അത് നമ്മളോട് പോരാടിക്കൊണ്ടേ, നമ്മുടെ അകത്ത് അത് പോരാടിക്കൊണ്ടേയിരിക്കുന്ന വസ്തുതയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവയൊന്നും അത് വളർന്ന് വർദ്ധിച്ചു വരുവാൻ ഇടയാകാതെ വണ്ണം ആ പോരാട്ടം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ എന്തെടുക്കണം? അവയെല്ലാം അതിനെ അതിജീവിക്കുവാനായിട്ട് നാം ദൈവകൃപയിൽ ആശ്രയിക്കണം. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ അതിജീവിക്കുവാനായിട്ട് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി, നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അതിന്മേലൊക്കെയും വിജയമെടുക്കണം. ഒരു കയ്പും ഒരു കോപവും ഒരു ക്രോധവും ഒരു കുറ്റാരവും ഒരു ദൂഷണവും എല്ലാ സകല ദുർഗുണവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാതെ, അത് കടന്നു വരുമ്പോൾ അത് വലിയൊരു ആത്മീയ പോരാട്ടമായി ക്രിസ്തീയ ജീവിത യാത്രയിൽ നമ്മളെ വേട്ടയാടുന്ന നിമിഷങ്ങളിലൊക്കെയും ദൈവവചനത്തിലും ദൈവത്തിന്റെ ആലോചനയിലും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ അതിനെ അതിജീവിക്കുവാൻ, അതിനെ മുന്നേറുവാൻ തക്കോണം ഇടയായിത്തീരണം. നമ്മുടെ ജീവിതത്തില് അതിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ തക്കോണം നമ്മൾ അതിന് തൽപരരായിട്ട് ഇരിക്കണം. അതിന് നാം എന്തെടുക്കണം? ദൈവവചനത്തിൽ സമ്പൂർണമായി ആശ്രയിക്കുന്നവരായിരിക്കണം. എബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, വല്ല കയ്പുള്ള വേര് മുളയ്ക്കുവാൻ തക്കവണ്ണം ഇടം കൊടുക്കരുത്. കലക്കമുണ്ടാക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു പോകും. ദൈവകൃപ വിട്ടുപോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഇവയ്ക്കൊന്നും നമ്മൾ ഇടം കൊടുക്കാതെ ആ വേര് അടിയിലേക്ക് പോകാതെ, ആ വേര് മുളയ്ക്കുവാൻ ഇടയാകാതെ, ആ കയ്പിന്റെ വേര് അതിന് ഇടം കൊടുക്കാതെ, അത് ഉറയ്ക്കുവാൻ തക്കവണ്ണം ഇടയാക്കാതെ നമ്മൾ ദൈവവചനത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവയെല്ലാം പിഴുതെടുത്ത് കളയുവാൻ തക്കവണ്ണം ഇടയായി തീരണം. എന്നാൽ മാത്രമേ നമുക്ക് ജയകരമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിത യാത്ര സുഗമമായിട്ട് നമുക്ക് നയിക്കുവാനും യാനം ചെയ്യുവാനും സാധിക്കുകയുള്ളൂ എന്ന് നാം ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലവിധമായിട്ടുള്ള കയ്പിന്റെ വേര്, പ്രശ്നത്തിന്റെ വേര്, പ്രയാസങ്ങളുടെ വേര്, നമ്മൾക്ക് മുറിവേൽപ്പിക്കുന്നതായിട്ടുള്ള അനേക ജീവിത അനുഭവങ്ങൾ, പ്രതിസന്ധികളൊക്കെയും പലരിൽ നിന്നും നമ്മൾ നേടിയേക്കാം. അത് വ്യക്തിപരമായി നേടിയേക്കാം, കൂട്ടമായി നേടിയേക്കാം, സഭയിൽ നിന്നാകട്ടെ, വിശ്വാസികൾ സമൂഹത്തിൽ നിന്നാകട്ടെ, അല്ല ചുറ്റുപാടുമുള്ള സൊസൈറ്റിയിൽ നിന്നാകട്ടെ, സമൂഹത്തിന്റെ വേറെ കോണുകളിൽ നിന്നൊക്കെയും ആയിക്കൊള്ളട്ടെ, ഏത് വിഷയത്തിലാണെങ്കിലും ആ വേര് നമ്മുടെ ഉള്ളിൽ ഇടം വഴിക്കുവാനായിട്ട് സാധിക്കാതെ വണ്ണം നമ്മളതിനെ, ആ കയ്പിന്റെ വേരിനെ നമ്മൾ അത് വെച്ചു പുലർത്തുവാനല്ല, പറിച്ചു കളയുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അത് പറിച്ചു കളഞ്ഞാൽ നമുക്ക് ജയകരമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിത യാത്ര മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ജീവിതയാത്രയോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ, നമുക്ക് വേദനയുണ്ടാക്കിയവർ, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ, നമുക്ക് കയ്പിന്റെ അനുഭവം തന്നവർ, അവർ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. പക്ഷെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചും നമ്മൾ അതിന്റെ വേര് വളരുവാൻ അനുവദിച്ചു കൊടുത്തത് കൊണ്ട് നമ്മൾ ഇപ്പോഴും എന്തായിത്തീരുന്നു?
ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ നമ്മളായിരുന്ന ഇടത്ത് തന്നെ ആമീൻ ഉയർച്ചയിലേക്കല്ല, വീണ്ടും താഴ്ചയിലേക്ക്, കാര്യം വേര് താഴോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ ഉയർച്ചയിലേക്കല്ല താഴ്ചയിലേക്കാണ് വീണ്ടും നമ്മൾ പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇതിനെ വെച്ച് പുലർത്തുവാൻ, ഇതിനെ വളർത്തുവാൻ നമ്മൾ അനുവദിക്കാതെ അത് പാടെ വേരോടെ പറിച്ച് കളയുവാൻ തക്കോണം ഇടയായിത്തീരണം. അത് നമ്മളെ കൊണ്ട് സ്വയമേ സാധ്യമല്ല. എന്നാൽ ദൈവകൃപയിൽ, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവയൊക്കെയും പാടെ നീക്കുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവത്താൽ സാധിക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശയിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഇവയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കോണം ഇടയായിത്തീരണം. അതുകൊണ്ട് നാം ഇങ്ങനെ നമ്മളോടുള്ള ഈ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, നമ്മളുടെ ആ കയ്പുള്ള അനുഭവങ്ങളൊന്നും നമ്മൾ വെച്ചു പുലർത്തുവാൻ ഇടയാകാതെ അത് വരുന്ന കാലഘട്ടത്തിൽ തന്നെ അതിനെ പറിച്ചു നീക്കിയെങ്കിൽ സ്വസ്ഥമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതയാത്ര നയിക്കുവാൻ തക്കോണം, അല്ലലും അലട്ടലും ഇല്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതയാത്ര നയിക്കുവാൻ തക്കോണം നമുക്കിടയായിത്തീരും. കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ, കർത്താവ് നമ്മളുടെ പാപങ്ങളെ മോചിച്ച് നമ്മൾക്ക് വീണ്ടെടുപ്പ് നൽകി തന്നതുപോലെ, അവൻ നമ്മൾക്ക് മാതൃകയായിട്ടിരിക്കുന്നത് പോലെ നാമും മറ്റുള്ളവർക്ക് മാതൃകയായിട്ടുള്ളവരായി ജീവിച്ചാൽ ക്രിസ്തീയ ജീവിതയാത്ര നല്ല വിജയത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ തക്കോണം ഇടയായിത്തീരും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. പൗലോസ് അവിടെ ദൈവാത്മാവിൽ നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. അന്യോന്യം പൊറുക്കണം, അന്യോന്യം പൊറുക്കുവാൻ, ക്ഷമിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, സഹായിക്കുന്നവരാണ്. അങ്ങനെ നമ്മൾ ആ സഹന ശക്തി നമുക്ക് ഓരോരുത്തർക്കും വേണം. ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ എന്ത് സംഭവിക്കും? തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. ഉണ്ടായാൽ എന്തെടുക്കണം? തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യണമെന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, അതിന് മാതൃക എന്താണ്? കാരണം അത് അങ്ങനെ ക്ഷമിക്കണമെങ്കിൽ അത് മാനുഷികമായിട്ടുള്ള ചിന്തയിൽ, മാനുഷിക ബുദ്ധിയിൽ നമുക്ക് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഈഗോ ഇല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം അതിനെ പലപ്പോഴും അനുവദിക്കാത്ത ഒരു കാര്യമാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് പലപ്പോഴും. കാരണം നമ്മുടെ ആ വ്യക്തിത്വം പലപ്പോഴും അതിനെ അനുവദിക്കാത്തത് കൊണ്ട്. എന്നാൽ അവിടെ നമ്മൾ ഓർക്കേണ്ടത്, കർത്താവിന്റെ മുൻപാകെ കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ നാം എന്തെടുക്കണം? നമ്മളും അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ, കർത്താവ് നാം അർഹിക്കാത്ത സ്ഥാനത്ത് നമ്മളുടെ പാപങ്ങളെ ക്ഷമിച്ച് നമുക്ക് വേണ്ടി നാം മരിക്കേണ്ട സ്ഥാനത്ത് അവൻ നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ സ്നേഹിച്ച ആ വലിയ സ്നേഹം, ആ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ ഓരോ തുള്ളി രക്തവും കൊടുത്ത് നമുക്ക് ആ വിലയേറിയ രക്തം കൊണ്ടുള്ളൊരു വീണ്ടെടുപ്പ് നമുക്ക് ലഭ്യമാക്കി തന്നതുപോലെ മറ്റുള്ളവരോടും അതുപോലെ ക്ഷമിക്കുവാൻ നമ്മളും പഠിക്കണം എന്നുള്ള വസ്തുതയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഈ ക്ഷമിക്കുന്ന കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ തീരുമാനം പലപ്പോഴും അത് ഒരു എമോഷനായിട്ട് അല്ലെങ്കിൽ ഒരു വികാരമായിട്ട് മാറുവാൻ തക്കോണം ഇടയായിത്തീരും. അതുകൊണ്ട് ക്ഷമിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ക്ഷമയെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ നാം അംഗീകരിക്കുന്നതല്ല. രണ്ട്, നമ്മൾക്ക് ചിന്തിക്കാവുന്നതിലും നമുക്ക് ഉൾക്കൊള്ളാവുന്നതിലും അധികമായിട്ടുള്ളൊരു വേദന ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിരിക്കാം. അത് മാത്രമല്ല, നമ്മൾ വിശ്വസ്തരെന്ന് എണ്ണിയവർ, നമ്മൾ വിശ്വസ്തരായിട്ട് നമ്മൾ സഹകരിച്ചവർ, അവർ നമ്മളോട് ചെയ്ത ആ
ഉപദ്രവകരമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നമ്മളെ അധികമായിട്ട് നമ്മളിൽ വേദന ഉളവാക്കിയേക്കാം. അത് മാത്രവുമല്ല, നാം ചിന്തിച്ചിരുന്ന, നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ടിരുന്ന പലവിധമായിട്ടുള്ള കാര്യങ്ങളിലും പലരിൽ നിന്നും നമ്മുടെ ചിന്തയ്ക്കതീതമായിട്ട് നമ്മളെ പ്രയാസപ്പെടുത്തുകയും ബുദ്ധിമുട്ടുകയും ഒക്കെയും ചെയ്തപ്പോൾ നമ്മളുണ്ടായ ആ കയ്പ്, ആ വേര് അതാണ് നമുക്ക് പലപ്പോഴും എന്തെടുക്കുന്നത്, നമ്മളുടെ അവരോടുള്ള ക്ഷമാപണത്തിന്, അവരോട് ക്ഷമിക്കുന്നതിനുള്ള പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നത്. അങ്ങനെ ക്ഷമയുടെ ആ പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഇതെല്ലാം വെറും നിസ്സാരമാണ്. ക്രിസ്തു നാം അർഹിക്കാത്ത സ്ഥാനത്ത് ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചപ്പോൾ ഇവയെല്ലാം നിസ്സാരമായിട്ട്, മനുഷ്യർ നമ്മളോട് ചെയ്യുന്നതൊക്കെയും വെറും നിസ്സാരമാണെന്ന് കരുതുവാനും ചിന്തിക്കുവാനായിട്ടും നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അവയൊക്കെയും നമുക്ക് സാധ്യമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ക്ഷമിക്കുക, യഥാർത്ഥത്തിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്ത് പ്രതികാരത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നതല്ല, മറിച്ച് പ്രതികാരം നമുക്ക് അവരോടൊന്നും ചെയ്യുവാനായിട്ടില്ല. നമ്മളുടെ പ്രതികാര ബുദ്ധിയിൽ നിന്ന് നമ്മൾ മാറി നമ്മൾ അവരെ അവർ ദൈവകരങ്ങളിലേക്ക് ദൈവിക ന്യായത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇവയൊന്നും നമുക്ക് പോരാടി ജയിക്കുവാനായിട്ട് സാധ്യമല്ല. പോരാടി ജയിക്കുവാൻ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ മുൻപോട്ട് പോകും, നമ്മളായിരിക്കുന്നിടത്ത് തന്നെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്ര മുന്നോട്ടുള്ള യാത്രയാണെങ്കിൽ, മുന്നോട്ട് തന്നെ പോകേണ്ട യാത്രയാണെങ്കിൽ നാം ഇവയെല്ലാം പാടെ മറന്ന് ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മളും അവരോട് ക്ഷമിച്ച് പാടെ അത് നീക്കിക്കളഞ്ഞ് അതിന്റെ വേര് ഉറയ്ക്കുവാനിടയാകാതെ അത് പിഴുതു കളഞ്ഞിട്ട് മുന്നേറുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. നാം അവരോട് പകപോക്കി പകമാറ്റി പകച്ച് ജയിച്ച് ഒരു ജീവിതം നയിക്കുവാനായിട്ടല്ല, മറിച്ച് നാം സറണ്ടർ ചെയ്തിട്ട് നമ്മൾ തന്നെ സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിച്ചിട്ട് പ്രതികാരം നമുക്കുള്ളതല്ല, അത് ദൈവത്തിനുള്ളതാണെന്ന് മനസ്സിലാക്കി എന്തെങ്കിലും നമ്മളോടുള്ള ആ വിഷയത്തിൽ ഏതെങ്കിലും കയ്പ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ദൈവം അവർക്ക് പകരം കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ് മുന്നേറുവാൻ തക്കവണ്ണം ഉള്ളൊരു ക്രിസ്തീയ ജീവിതയാത്രയായിരിക്കണം നമ്മുടെ. റോമാലേഖനം 12-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഇടം കൊടുക്കണം. ദൈവം തീരുമാനിക്കട്ടെ, ദൈവം അത് കൈകാര്യം ചെയ്തിട്ട്, നമ്മുടെ ഹിതം പോലെ അല്ല, ദൈവത്തിന്റെ ഹിതം പോലെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ തക്കണം ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു. അത് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്ന പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് നമ്മളുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ നായകനും നടത്തിപ്പുകാരനുമായ കർത്താവിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വിഷയങ്ങളെ അവൻ ഏറ്റെടുത്തിട്ടുണ്ട്. അവനാണ് നമുക്ക് വേണ്ടി പോരാടുന്നത്, അവനാണ് നമ്മളെ ജയത്തിലേക്ക് നയിക്കുന്നത്, അവനാണ് നായകനും നടത്തിപ്പുകാരനും, അവന്റെ പിന്നാലെയാണ് ഞാനും നിങ്ങളും പോകുന്നത്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെയും ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ നേരിടുമ്പോൾ അവയിലൊന്നും പരാജയപ്പെട്ടു പോകാതെ, അവയിലൊന്നും ക്ഷീണിതരായി പോകാതെ ക്രിസ്തീയ ജീവിത യാത്ര മുന്നോട്ട് തുടരണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സകലതും ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവേ, ഇത് എന്റെ കാര്യമല്ല, ഇത് നിന്റെ കാര്യമാണ്, നീ അതിനെ കൈകാര്യം ചെയ്തോ എന്ന് പറഞ്ഞ് നാം അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാതെ നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്ര ലക്ഷ്യമാക്കി ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ആ യാത്ര ജയകരമായി മുന്നോട്ട് നയിക്കുവാൻ ക്ഷമിച്ചും
അനുരഞ്ജനത്തിനും. ആരെങ്കിലും നമ്മളോട് കോപവും ക്രോധവും കുറ്റവും വഴക്കും ഏഷണിയും ഭീഷണിയും ഒക്കെ ആയി വരുമ്പോഴും നാം അതിലൊക്കെയും ആമേൻ അവിടെ നിന്ന് അവരോട് പോരാടാതെ ആ പോരാട്ടത്തിൽ നമ്മൾ സമയം കളഞ്ഞ് നമ്മൾ അവിടെ തളർന്ന് ക്ഷീണിച്ച് മടുത്ത് നിരാശയുടെ അനുഭവത്തിലേക്ക് പോകാതെ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ഇവയെല്ലാം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര നമ്മൾ എന്ത് കൊടുക്കണം? മുന്നോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയാക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും സാധിക്കുക മാത്രമല്ല, നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്ര വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയാക്കുന്നു. നമ്മുടെ ലക്ഷ്യം ക്രിസ്തുവിലൂടെ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിന്മേൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, ആമീൻ, നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുന്നിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുവീൻ, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക എന്നവിടെ പറയുന്നു. അങ്ങനെയെങ്കിൽ ആമീൻ, നമ്മൾ നിരപ്പിന്റെ അനുഭവത്തിലൂടെ മാത്രമേ ആമീൻ നമുക്ക് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ, ക്രിസ്തുവിനെ ആരാധിക്കുവാൻ, ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ ക്ഷമയും സഹനവും ആമീൻ അനുരഞ്ജനവും ആമീൻ ആ ഒരു വലിയ ക്രിസ്തീയ വാല്യൂ എന്ന് വെച്ചാൽ മൂല്യങ്ങളുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കോണം കർത്താവ് പഠിപ്പിച്ചതുപോലെ, ആമീൻ, കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ, കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജീവിതം നയിക്കുവാൻ നമ്മളെ അതിന് സഹായിക്കും, അതിനിടയാക്കും. അതിന് ആവശ്യമായിട്ടുള്ളത് 1 ക്ഷമിക്കുക, സഹിക്കുക. 2 എന്തൊക്കെ വന്നാലും കയ്പിന്റെ വേര് മുളയ്ക്കുവാൻ അനുവദിക്കാതെ അതിനെ പാടെ നീക്കിക്കളഞ്ഞുകൊണ്ട് ആമീൻ അങ്ങനെ നമ്മളെ ഉപദ്രവിക്കുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയും നമ്മളെ വേദനിപ്പിക്കുകയും നമ്മളെ ഭീഷണിപ്പെടുത്തുകയും ഏഷണി വാക്കുകൾ കൊണ്ട് നമ്മളെ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയും നമ്മൾ സ്നേഹിച്ച് ആമീൻ അവരുടെ അടുക്കൽ പോരാടിയുവാനല്ല, മറിച്ച് അവരെ അതിനെ അതിജീവിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതയാത്രയിൽ ആമീൻ ഇതൊക്കെ നേരിടുമ്പോൾ അവിടെ തളർന്നു പോകാതെ മുന്നേറുവാൻ തക്കോണം ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ തക്കോണം ഇടയായിത്തീരണം. ആമീൻ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് 2 സഹോദരന്മാരെ പറ്റി ഒരു അപ്പനെ പറ്റിയും എഴുതിയിരിക്കുന്നതായിട്ടുള്ള കാര്യം നമുക്കറിയാം. അവിടെ ആ ഇളയ മകൻ ആമീൻ അവൻ പോയി എല്ലാം കഴിഞ്ഞ് എല്ലാം തന്റെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനുള്ളൊരു തീരുമാനമെടുത്തു. പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാനുള്ളൊരു തീരുമാനമെടുത്തു. ആ പിതാവിന്റെ അടുക്കലേക്ക് അവൻ മടങ്ങി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആ പിതാവിന്റെ സ്നേഹം നമ്മളൊന്ന് ഓർക്കണം. ലൂക്കോസിന്റെ 15-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളവിടെ കാണുന്നു. ആമീൻ, പിതാവ് ആമീൻ ദൂരത്തിൽ നിന്ന് തന്നെ എന്തെടുത്തു? അപ്പൻ അവനെ കണ്ടു എന്നാണ് അവിടെ ഇരിക്കുന്നത്. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ മകനെ കാണുവാൻ തക്കോണമിടയായി തീർന്നു. അതിന്റെ അർത്ഥം ആമീൻ കാത്തിരിക്കുന്ന ഒരപ്പൻ മടങ്ങി വരുമെന്ന് ആമീൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരപ്പനെ കാണുവാൻ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലാക്കി ഗ്രഹിക്കുവാൻ തക്കോണം സാധിച്ച ഒരപ്പൻ. കണ്ടത് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്ന ഓടിച്ചെന്നാണ്. ആ കണ്ടിട്ട് ശരി, അവൻ വീട് വിട്ട് പോയതല്ലേ, അവൻ മടങ്ങി വരട്ടെ, ഇവിടം ഇത്രത്തോളം വരട്ടെ എന്നുള്ളതല്ല, മറിച്ച് അവന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആമീൻ. ഓടിച്ചെന്നത് മാത്രമല്ല, അതിന്റെ അടുക്കൽ ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു എന്നാണ്, അവനെ ആലിംഗനം ചെയ്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവനെ കെട്ടിപ്പിടിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അത് മാത്രമല്ല, കെട്ടിപ്പിടിച്ചിട്ട് തന്റെ സ്നേഹപ്രകടനം അവിടെ കാണിച്ച് അവനെ ചുംബിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ആമീൻ. അവനെ ചുംബിക്കുക മാത്രമല്ല, ആമീൻ, അവനെ എന്തെടുത്തു? അവനെ തന്റെ മകനായിട്ട് വീണ്ടും ചേർത്ത് കൊള്ളുവാൻ തക്കോണമിടയാ അവനെ പുനഃസ്ഥാപിക്കുന്ന ഒരനുഭവത്തിലേക്ക് അവിടെ അപ്പൻ പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവന്റെ സകല ആമീൻ
കാര്യങ്ങളെ, കുറ്റങ്ങളെയും കുറ്റകൃത്യങ്ങളെയും പിതാവ് ക്ഷമിച്ചു കൊടുക്കുവാൻ തക്കോണം, അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ തക്കോണം ഇടയായിത്തീർന്നു. എന്തൊക്കെയാണ് അവൻ യഥാസ്ഥാനപ്പെട്ട്? അവൻ സകലവും നഷ്ടപ്പെട്ടവനായിട്ട്, ആമീൻ, സകലവും ഉള്ളവൻ സകലവും നഷ്ടപ്പെടുത്തി പോയി, ആമീൻ, മടങ്ങി വന്നപ്പോൾ അവന്റെ നഷ്ടപ്പെട്ട മാന്യത പുനഃസ്ഥാപിച്ചു കൊടുത്തു. ആമീൻ. അവന്റെ നഷ്ടപ്പെട്ട വ്യക്തിത്വം അവൻ പുനഃസ്ഥാപിച്ചു കൊടുത്തു. അവൻ നഷ്ടപ്പെട്ട പുത്രത്വം, ആമീൻ, അവന് പുനഃസ്ഥാപിച്ചു കൊടുത്തു. ആമീൻ. അവന് നഷ്ടപ്പെട്ട ആ കൂട്ടായ്മയുടെ അനുഭവം, അതും അവൻ എന്തെടുത്തു? അത്, ആമീൻ, പുനഃസ്ഥാപിച്ചു കൊടുത്തു. പിതാവ് ഇത് ചെയ്തത് വളരെ സിംബോളിക്കായിട്ടാണ് ചെയ്തത്. ആമീൻ. എങ്ങനെയാണ് ചെയ്തത്? ആദ്യം അവന്റെ മാന്യത വീണ്ടെടുക്കുവാനായിട്ട് അവനെ അങ്കി ധരിപ്പിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ഒരു നല്ല അങ്കി ധരിപ്പിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അവന്റെ മാന്യത, അവന് ഉടുത്തു വന്നിരുന്ന ആ മുഷിഞ്ഞ വസ്ത്രം അത് പൂർണ്ണമായി മാറ്റി നല്ലൊരു അങ്കി ധരിപ്പിച്ച് അവന്റെ മാന്യത പുനഃസ്ഥാപിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് മാത്രമല്ല, അവന്റെ വിരലിലൊരു മോതിരം അണിയിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. തന്റെ വ്യക്തിത്വത്തെ അവിടെ വീണ്ടെടുക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. തന്റെ അധികാരത്തെ അവന് കൊടുക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. തന്റെ ആ ഭവനത്തിന്റെ ആ അധികാരമുള്ള മകനാക്കി അവനെ മാറ്റുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അത് മാത്രമല്ല, അവന് ഒരു ചെരുപ്പ് ഇടിപ്പിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ആ കാലഘട്ടത്തിൽ, ആമീൻ, അടിമകളും വേലക്കാരും ചെരുപ്പിടാതെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ഭവനത്തിലുള്ളവർക്ക് ചെരുപ്പിടുവാൻ അവകാശമുണ്ടായിരുന്നു. അപ്പൻ ആ ചെരുപ്പ്, ആമീൻ, ആ മകന്, കടന്നു വന്ന മകന് കൊടുക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അവന്റെ, ആമീൻ, ആ യഥാർത്ഥമായിട്ടുള്ള മകനെന്നുള്ള അവകാശം അവിടെ പുനഃസ്ഥാപിക്കപ്പെടുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ഇതെല്ലാത്തിലുപരിയായിട്ട് അവരുടെ ജീവിതത്തിൽ പറഞ്ഞത് വലിയൊരു സദ്യ ഒരുക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ആ സദ്യ, ആമീൻ, അവന്റെ കൂട്ടായ്മയെ, ആമീൻ, വെറുതെ, ആമീൻ, തൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനമല്ലായിരുന്നു. പക്ഷെങ്കിൽ അത് പ്രാക്ടിക്കലായിട്ട് താൻ അവിടെ വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യം, ആമീൻ, വലിയൊരു വിരുന്ന് കഴിച്ച്, ആമീൻ, അവനെ സ്വീകരിക്കുവാൻ തക്കോണം ഇടയായിരുന്നു. പ്രിയമുള്ളവരെ, ആ അപ്പന് ആ മകനോട് കരുണ തോന്നിയതുപോലെ, ആമീൻ, എത്രയോ വട്ടം, ആമീൻ, നമ്മളും പിതാവിന്റെ സന്നിധിയിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് വേർപെട്ട്, ആമീൻ, എത്രയോ ദൂരത്ത് നമ്മളും പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ പലപ്പോഴും പരാജിതരായിട്ട് തീർന്നിട്ടില്ലേ? ആമീൻ. ക്രിസ്തീയ ജീവിതയാത്രയിൽ, ആമീൻ, നമുക്കും ഇതുപോലെ, ആമീൻ, വീഴ്ചകളും താഴ്ചകളും കോട്ടങ്ങളും കുറവുകളും കുറ്റങ്ങളും ഒക്കെ വന്നപ്പോൾ പാടെ നമ്മൾ ഭവനത്തിൽ നിന്ന് ദൂരെ പോകുന്ന അവസ്ഥ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? എന്നാൽ ഒരു കാര്യം ഇന്ന് രാത്രികാലം ഓർക്കണം, നമ്മളോട് ക്ഷമിക്കുവാനായിട്ട്, നമ്മളെ സ്നേഹിക്കുവാനായിട്ട്, നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട്, ആമീൻ, ഒരു പിതാവ് നമുക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ആമീൻ. അവന്റെ നോട്ടം ഈ മകൻ എപ്പോഴാണ് മടങ്ങി വരുന്നത് എന്നുള്ളൊരു നോട്ടം, അതെപ്പോഴും യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് നാം നടന്നു പോകേണ്ടുന്ന പാതയിൽ തന്നെ നമ്മൾ നടന്നു പോകണം. അങ്ങനെ നമ്മൾ വഴിവിട്ട യാത്രയിൽ നമ്മൾ പോയപ്പോഴും പിതാവ് നമ്മളെ കൈവിടാതെ, അവൻ നമ്മളെ സ്നേഹിച്ച സ്നേഹം മൂലം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം, ആമീൻ, നമ്മൾ കാണുവാൻ തക്കണമിടയായില്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ, ക്രിസ്തീയ ജീവിതയാത്രയിൽ വിജയകരമായിട്ട് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ആമീൻ, നമ്മളുടെ ഭാവിയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം, ആമീൻ, ദൈവസന്നിധിയിൽ, ആമീൻ, നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കും. ഇന്ന് രാത്രികാലം നമ്മൾ കേട്ട പോലെ, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സല്ലുള്ളവരുമായി, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവാൻ പഠിക്കുക. ക്രിസ്തീയ ജീവിതയാത്ര വിജയകരമായി നടക്കണമെങ്കിൽ, ആമീൻ, ക്ഷമയിലൂടെയും അനുരഞ്ജനത്തിലൂടെയും, ആമീൻ, നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് സ്വന്തമായി സാധിക്കത്തില്ല. നമുക്ക്, ആമീൻ, നമ്മുടേതായിട്ടുള്ള ബുദ്ധിയിലോ കഴിവിലോ സാമർഥ്യത്തിലോ സാധിക്കത്തില്ല. എന്നാൽ ക്രിസ്തുവിനാൽ സകലവും സാധ്യം. അവനിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ
ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എന്നെ കേട്ടവരെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.